ഒരിക്കൽ ഞാനൊരു ഫാമിലി ഫംഗ്ഷന് പോയപ്പോൾ ഒരു റിലേറ്റീവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ജസ്റ്റ് വായിന്ന് നോക്കിയപ്പോൾ ഓറൽ ഹൈജീൻ ഭയങ്കര പുവറാണ്. നല്ല ഡെപ്പോസിറ്റ്സ് ഉണ്ട്, കാൽക്കുലസും സ്റ്റെയിൻസ് ഒക്കെ ആയിട്ട് ചെറിയൊരു സ്മെല്ലും ഉണ്ടായ ആൾ വായ തുറന്നപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ഡെന്റിസ്റ്റിനെ കണ്ട് പല്ല് നല്ലോണം ക്ലീൻ ചെയ്യണം, അതിനുശേഷം നമുക്ക് പേസ്റ്റോ മരുന്ന് എന്തെങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആള് പറയാ ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല, ക്ലീൻ ചെയ്താൽ പല്ലിന്റെ ഇനാമില് പോവും, എന്തെങ്കിലും മരുന്നോ പേസ്റ്റ് ഉണ്ടെങ്കിൽ തരാൻ പറ്റണമെങ്കിൽ തായോന്ന് പറഞ്ഞു. അങ്ങനെ തരാൻ പറ്റില്ല, കാരണം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. വായയുടെ അവസ്ഥ അത്രയും ദയനീയമായിട്ടും പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനാമില് പോകുന്ന തെറ്റായ വിശ്വാസത്തിൽ നടക്കുകയാണ് പലരും. അങ്ങനെയൊന്നും ഇനാമില് തേഞ്ഞു പോവില്ല. അങ്ങനത്തെ ഒരു കാര്യം പല്ലിനെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സ് ചെയ്യാൻ പറയോ? അപ്പൊ നിങ്ങൾ ചോദിക്കും ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളിപ്പ് ഉണ്ടാവാറുണ്ടല്ലോ എന്ന്. ആ പുളിപ്പ് ഇനാമില് തേഞ്ഞു പോണതിന്റെ അല്ല, നിങ്ങളുടെ പല്ലിന്റെ മോണയുടെ അടുക്കൽ അഴുക്ക് റിമൂവ് ചെയ്യുമ്പോൾ മോണ കുറച്ച് നാൾ ഓപ്പൺ ആയിരിക്കും, അത് ക്ലോസ് ആവാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ നിങ്ങൾക്ക് ഒരു ചെറിയ പുളിപ്പ് ഉണ്ടാവും, അതൊരു 1-2 ആഴ്ചയിൽ മാറുകയും ചെയ്യും. ഈ കാരണം പറഞ്ഞ് പല്ല് ക്ലീൻ ചെയ്യാതിരുന്നിട്ട് അവസാനം പല്ല് ഒഴിഞ്ഞു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ശരി, ബൈ.